ആദ്യം മുതലേ ഞാൻ എന്തൊക്കെ പ്ലാനുകൾ ഇട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ നീയാണ് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സയോണും ഹീച്ചുവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ സാരമില്ല. നീ എന്തൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം തന്നെ തകർക്കുന്നതായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് പോലും പ്ലാനിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മുന്നോട്ട് പോയത്. നിന്നെ ഡിവോഴ്സ് ചെയ്യുക എന്നതായിരുന്നു എന്റെ പ്ലാൻ. എന്നിട്ട് അങ്ങനെ നടന്നോ? ഇല്ലല്ലോ. നിന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോയിട്ട് നിന്റെ അടുത്ത് നിന്നും അകന്നിരിക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് നിന്നെ കാണുവാനായിട്ട് വന്നിട്ടുള്ളതെന്ന് നിനക്കറിയുമോ? എനിക്ക് നീ ഇല്ലാതെ ജീവിക്കുവാൻ പോലും സാധിക്കുകയില്ല എന്ന് ഹീജു പറയുമ്പോഴത്തേക്കും നീ എന്തായി പറയുന്നത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞിരുന്നിട്ട് നീ ഒരിക്കലും ഞാനില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന രീതിക്ക് ഒന്നും തന്നെ പറയരുതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും നേരത്തെ ഇനിയും സൗൺ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഹീജുവും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എങ്ങാനും ഇനേനെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ? അതൊക്കെ പോട്ടെ, റിയൽ സൗണും അന്ന് നിന്റെ അടുത്ത് എന്തോ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് ഹീജു അവനോട് ചോദിക്കുന്നു. റിയൽ സൗണ്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് അവന്റെ മുഖമൊക്കെ ഹീജുവിന്റെ അനിയൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സയോന്റെ അച്ഛനായിട്ടുള്ള ചെയർമാൻ പറഞ്ഞിട്ടാണ് ഒരു കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഹീജുവിന്റെ അനിയനെ കൊന്നിട്ടുണ്ടായിരുന്നുവെന്നുമാണ് റിയൽ സൗണും പറഞ്ഞത്. അത് കേട്ടിട്ടായിരുന്നു സവൺ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നതും. സോ ഇപ്പോൾ ആ ഒരു അനിയനെ അടക്കിയ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഞാൻ ശരിക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുക ആയിരുന്നില്ല, മറിച്ച് നിന്റെ ചെറുപ്പവും നിന്റെ യൗവനവും നിന്റെ സ്വപ്നങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ അച്ഛനാണ് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ സയോണും ഹിച്ചുന്റെ ഫോട്ടോ നോക്കി ആലോചിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ഥലത്തേക്ക് ഇനിയും എത്തുന്നു. നീ ഈ സത്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് അറിഞ്ഞതെങ്കിൽ പോലും ഹീജു ഇതിനു മുമ്പേ തന്നെ അറിഞ്ഞതായിരുന്നു. എന്നിട്ടാണ് അവളുടെ ജീവൻ പോലും പണയം വെച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഇനിയും സയോണോട് പറയുമ്പോഴത്തേക്കും സയോൺ കൂടുതലായിട്ട് തകരുകയാണ് ചെയ്യുന്നത്. നീയും കുറച്ചു കാലമെങ്കിലും ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും എന്നെ സ്വയമായിട്ട് ശിക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ സയോൺ പറയുമ്പോഴത്തേക്കും നീ തന്നെയല്ലേ പറഞ്ഞത് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്തുമെന്ന്, കാത്തിരിക്കുവാനായിട്ട്. അങ്ങനെ ഇരിക്കെ എത്ര കാലമാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? നമ്മൾ ഇത്രയും നാള് നല്ലൊരു രീതിക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ സ്നേഹിക്കുവാനായിട്ട് പോലും തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇനി എത്ര കാലമാണ് നീ വരുവാനായിട്ട് കാത്തിരിക്കേണ്ടതെന്നൊക്കെ ഹീജുവും ചോദിക്കുന്നു. പിന്നീട് ഹീജുവും അവനെ കിസ് ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്തിന് അടുത്തായിട്ടായിരുന്നു അവൻ താമസിക്കുന്ന വീടൊക്കെ ഉണ്ടായിരുന്നത്. അവനും അവളെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയും പിന്നീട് റൊമാൻസ് ഒക്കെ നടക്കുകയുമാണ്. ഹീജുവും സയോണ്ട് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ സൺസെറ്റിന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു. 3 വർഷം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ട് പോലും നിന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നീയും സൺസെറ്റിന്റെ ഫോട്ടോസ് ഒന്നും തന്നെ എടുത്തത് ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് അവളും അവന്റെ അടുത്ത് പറയുന്നു. അവൾക്കും പെട്ടെന്നൊന്നും തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് അവനും എത്തിയത്. അവള് നേരത്തെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്പർ 406 ആണല്ലോ. ഇപ്പോൾ അവനുള്ള സ്ഥലത്തിന്റെ കോഡും 604 ആണ്. ഒരിക്കൽ സ്വപ്നത്തിൽ അവൾ കരയുന്നതായിട്ടൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ ശബ്ദമൊക്കെ കേൾക്കുവാനായിട്ട് തോന്നിയിട്ടായിരുന്നു അവനും അവിടെ വെച്ച് അവളെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നെ അവനും ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2 ബില്യൺ ആണ്. നേരത്തെ ഹീജുവും സഹൻ കൊടുത്തതുപോലെ ഒരു എഗ്രിമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതില് ഒരിക്കലും അവൻ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പാടില്ല എന്ന രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായിട്ടുള്ള 2 ബില്യൺ ഒക്കെ ആയിരുന്നു ഞാനും കുട്ടികൾക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അവനും പറയുന്നു. പാർക്ക് സയോണെന്ന് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും ശരിക്കുമുള്ള പാർക്ക് സയോൺ അല്ലാത്ത ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കുമെന്ന് അവനും പറയുന്നു. പിന്നീട് അവർ വിവാഹം കഴിച്ച് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരെ കാണുവാനായിട്ട് കുറച്ചു പേര് വരികയാണ്. സയോന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാങ്ങും ഹീജുവിന്റെ ഡയറക്ടറായിട്ടുള്ള ഹാനും ജാങ്ങും പിന്നെ നമ്മുടെ യൂറിയും സാങ്ങുവുമാണ് അവർ. അവരെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവർ പറയുകയും ഹീജു ആയിരിക്കും ഫുഡ് ഉണ്ടാക്കിയതെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഞാനാണ് ഫുഡ് ഉണ്ടാക്കിയതെന്ന് സയോൺ പറയുമ്പോഴത്തേക്കും നിന്റെ വൈഫിനെ കൊണ്ട് നീ വിരൽ പോലും അനക്കിക്കുകയില്ലെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് തന്നെയാണ് നീ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ കാങ്ങും പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഹീജോന് നന്നായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുവാനായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് താൻ ഫുഡ് ഉണ്ടാക്കിയതെന്ന് സയോണും പറയുന്നുണ്ട്. ഹീജോന്റെ മോതിരമൊക്കെ കാണുമ്പോഴത്തേക്കും ഡയറക്ടർ ഹാനിനും അത് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. 2 തവണയും ഒരാളെ തന്നെ വിവാഹമൊക്കെ കഴിച്ചല്ലോ, എന്തായാലും ഈ ഒരു വിവാഹത്തിന് എന്റെ എല്ലാ രീതിയിലുള്ള അംഗീകാരവും നൽകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡയറക്ടർ ഹാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും സയോൺ പേര് മാറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നിന്റെ പേര് എന്താണെന്ന് ജാങ്ങും സയോണോട് ചോദിക്കുന്നു. അവനും പേര് മാറ്റിയിട്ട് യുയോൺ എന്നാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവന്റെ പേരിന്റെ അർത്ഥം ലോകത്തിലെ ഒരേ ഒരു പ്രണയം എന്നതാണ്.
എന്തായാലും അവൻ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയതിൽ കാങ്ങാണ് ഒരുപാട് ഹാപ്പി ആയിരിക്കുന്നത്. അവനും ഒരു പ്രൗഡ് ടീച്ചർ എന്ന രീതിക്ക് ഇരിക്കുന്നു. ഹീജുവിന്റെ സായോന്റെ വിവാഹത്തിന് എല്ലാവരും തന്നെ ആശംസ നേരുമ്പോഴത്തേക്കും ഞങ്ങളും വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണെന്ന് യൂറയും സാങ്ങുവും കൂടി അറിയിക്കുകയാണ്. സോ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു. അന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും ഹീജുവിന് നേരത്തെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലുണ്ടായിരുന്ന വർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും താൻ വർക്കിലേക്ക് തിരിച്ചു പോവുകയാണെന്നൊക്കെ അവനെയും അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രം പോരാ, ഇനിയും ആൾക്കാരൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നീ സഹകരിച്ച് മതിയാകുമെന്ന് പറഞ്ഞിട്ട് സയോണും ഇപ്പോൾ അവളെ എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. സയോണും വളർത്തച്ഛനെ കാണുവാനായിട്ട് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. അച്ഛനും അവന് കഴിക്കുവാനായിട്ട് ഫിഷൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഞാനും പിന്നീട് ഫിഷ് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അത് കഴിക്കുവാനായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാം തന്നെ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മയും വരും. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇതൊന്നും കഴിക്കുവാനായിട്ട് പറ്റാറില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അത് കഴിക്കുവാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. മാത്രമല്ല, അത് കഴിച്ചതിന് ശേഷം പണ്ടത്തെ നല്ല രീതിക്കുള്ള ഓർമ്മകളൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവനും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഹീജുവും രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചപ്പോഴത്തേക്കും അച്ഛനെയും അമ്മേനെയും ഒന്നും തന്നെ ആ ഒരു സംഭവം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ആകെ പിണക്കത്തിലാണ് ഉള്ളത്. പക്ഷെ ഇത്രയും നാളും ഹീജു സന്തോഷിച്ച് അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീജു സന്തോഷത്തോടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനും ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ അറിയിക്കുന്നു. ഹീജു പുതിയതായിട്ട് താമസിക്കുന്ന വീട് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയിക്കില്ല. അവരും ഹീജുവിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഹീജുവും അത് പറയാതെയൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ അവരെ ഇവിടെ വന്ന് കണ്ടോളാമെന്ന് അവൾ വാക്കും നൽകുന്നുണ്ട്. സയോണ് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീയും സയോണ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് മാത്രമായിരുന്നു അമ്മയും അവളോട് പറഞ്ഞത്. ഇനിയും ആകെ കുറ്റബോധത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇനയ്ക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നല്ലോ ഹീജുവിന് സംസാരിക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും ഹീച്ചുവിന്റെ അടുത്തേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൊണ്ടും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് നല്ല രീതിക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഇനെ വിചാരിച്ചതെങ്കിൽ പോലും ഹീച്ചുവിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രശ്നമുള്ളതൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും നീയും എന്നോട് ക്ഷമിക്കുക എന്ന് ഇനെ പറയുമ്പോഴത്തേക്കും നമ്മൾ പഴയ കാര്യത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്നു. നീയും അതുപോലെ തന്നെ പഴയതൊക്കെ മറക്ക്, എന്നിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക എന്ന് ചേച്ചിയുടെ അടുത്തും അവൾ പറയുകയാണ്. യൂറി വാർത്ത വായിക്കുന്നു. യൂറി വായിക്കുന്ന വാർത്തയെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹീജുവാണ്. സയോണും യുയോൺ എന്ന പേരിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവനും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യുകയാണ്. കൊറിയയിലെ കുറച്ച് ആൾക്കാരെയൊക്കെ യുദ്ധമൊക്കെ നടക്കുന്ന മറ്റൊരു സ്ഥലത്തെ ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരിക്കുവാനായിട്ട് യുയോൺ പോകുന്നതായിരിക്കുമെന്നൊക്കെ യൂറി പറയുമ്പോഴത്തേക്കും ഹീജും അതെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിലൊക്കെ കാണിച്ചും കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്തായി കാര്യങ്ങൾ അറിയുവാനായിട്ട് അവളും അവനെ ഒരുപാട് തവണയൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കുമാണ് സയോണും അവളെ കോൾ ചെയ്യുന്നത്. നിലവിൽ അവന് പോയ കാര്യം എല്ലാം തന്നെ സാധിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വരുവാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് അവനും ഫോണിൽ സംസാരിക്കുന്നു. മാത്രമല്ല, അവന്റെ കീഴിലാണ് ഇപ്പോൾ പാർക്കും വർക്ക് ചെയ്യുന്നത്. ഞാൻ 406 ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവളെന്നെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ എന്നോട് തുറന്നു പറയുമായിരുന്നു. പക്ഷെ നീ പല കാര്യങ്ങളും മനസ്സിലൊക്കെ വെച്ചിട്ട് എനിക്ക് വേദനിക്കുമല്ലോ എന്ന് വിചാരിച്ച് അതൊന്നും തന്നെ പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ 406 ആയിട്ടൊക്കെ പെരുമാറേണ്ടതായിട്ടുണ്ടെന്ന് സൗൺ ഹീജുന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ നീ എത്രയും വേഗം വീട്ടിലേക്കൊക്കെ മടങ്ങി എത്തണമെന്ന് ഹീജുവും പറയുന്നു. നേരത്തെ സയോണും ഇന്റർവ്യൂവിന്റെ സമയത്ത് ഹീജുവിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹീജുവും ആവർത്തിക്കുന്നത്. ഒരു കപ്പിൾ ഇവിടെ ഉണ്ട്. ആ ഒരു കപ്പിള് പരസ്പരം ഒന്നും തന്നെ തുറന്നു പറയാതെയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ട് ഒരു എഫോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും സാധാരണ രീതിക്കുള്ള ഒരു കപ്പിളൊക്കെ ആയി മാറുവാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ഇവിടെ ഒരു കപ്പിളുണ്ട്. ഈ ഒരു കപ്പിള് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരും ഹാപ്പി ആയിട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അല്ല, ഈ ഒരു ഡ്രാമയും അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് പറയുമല്ലോ. എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാങ്ങിനെയാണ്. അവസാന എപ്പിസോഡ് വരെ ഈ ഡ്രാമ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.